ഞാൻ ഒത്തിരി നാളെ ഒരു വീഡിയോ ഇട്ടിട്ട്, ഒരു വർഷത്തിന് മേളിലായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ വന്നത് കാരണം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ആഴ്ച നമ്മുടെ നാടിന് നടുക്കിയൊരു ദുരന്തം, വയനാട് ദുരന്തം, 2018 പ്രളയം കഴിഞ്ഞിട്ട് വന്ന വലിയൊരു ദുരന്തം. അപ്പോൾ അതിൽ ഒരുപാട് നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായി, ജീവനും സ്വത്തും ഒക്കെ നഷ്ടമായി. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനികർക്ക് പിന്തുണയുമായി ലഫ്റ്റനൻറ്റ് കേണലായിട്ടുള്ള നമ്മുടെ മോഹൻലാൽ സൈന്യത്തിന് പിന്തുണയുമായിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കും മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ടാണ് പോകേണ്ടത്. സൈനിക ഡ്രസ്സിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒഫീഷ്യൽ ഡ്രസ്സിൽ തന്നെയല്ലേ പോകേണ്ടത്. അതിന് ഒരു ക്ലാപ്പം വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയുന്ന ഒരുത്തൻ, ചെകുത്താൻ എന്ന് പറയുന്ന ഒരുത്തൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയാണ് ഇങ്ങനൊരു വീഡിയോ, ഇതിനെതിരെ ഒരു വീഡിയോ ഇടണം, അതിനെ റിയാക്ട് ചെയ്യുന്നൊരു വീഡിയോ എനിക്ക് ഇടണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ജീവനും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ഒരാളോട് നമുക്കൊരാളോട് ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഒരാളെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലല്ല അത് കാണിക്കേണ്ടത്. മനുഷ്യത്വമുള്ള ആരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അവൻ്റെ പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ സൈന്യം എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ പദവി കൊടുത്തു, ആർമി ഓഫീസേഴ്സ് എന്തുകൊണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചു, ഓരോന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. അദ്ദേഹം ഒരു ലഫ്റ്റനൻറ്റ് കേണലാണ്. അത് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കും, അത് പറഞ്ഞു കൊടുക്കണം അവരോട്. എന്ന് കരുതിയ രക്ഷാപ്രവർത്തനമോ ഒന്നും തടസ്സപ്പെട്ടിട്ടില്ല. നീ പറഞ്ഞ അതെല്ലാം തടസ്സപ്പെട്ടു, അരമണിക്കൂർ തടസ്സപ്പെട്ടു, അങ്ങനെയൊന്നുമില്ല. അത് മാത്രമല്ല, അദ്ദേഹം അവിടെ വെറുതെ കാണാനായിട്ട് ചെന്നൊന്നുമല്ല, അദ്ദേഹം നല്ലൊരു തുക സംഭാവന നൽകുകയും ഒരുപാട് കാര്യങ്ങൾ, സ്കൂള് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ഉറപ്പ് കൊടുത്ത് എല്ലാവർക്കും ഒരു മനോബലം നൽകിയിട്ടാണ് അദ്ദേഹം വന്നത്. നിന്നെപ്പോലുള്ളവർക്ക് ഇങ്ങനെ കിടന്ന് ചിലയ്ക്കാനും ഈഗോ അടിക്കാനും ഒക്കെ പറ്റുള്ളൂ. നമ്മുടെ നാട് ഒറ്റക്കെട്ടായിട്ട് വയനാടിന് വേണ്ടി അണിചേർന്ന് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള നിന്നെപ്പോലുള്ള പാഷാണത്തി കൃമികളൊക്കെ ഇങ്ങനെ വാലും പൊക്കിക്കൊണ്ട് വരുന്നത്. ഇങ്ങനെ മോഹൻലാൽ യൂണിഫോം ഇട്ടുകൊണ്ട് ചെന്നത് എന്തിനാണ് യൂണിഫോം ഇട്ടുകൊണ്ട് ചെന്നത്? ലഫ്റ്റനൻറ്റ് കേണലായിട്ടുള്ള ഒരാൾ യൂണിഫോം ഇടാതെ മുണ്ട് ഷർട്ട് എടുത്തുകൊണ്ട് പോകണം? അല്ല, എനിക്ക് പറ്റില്ല കേട്ടോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ പുള്ളി ചെയ്തത് തെറ്റാണ്, യൂണിഫോം ഇട്ടുകൊണ്ട് പോയത് തെറ്റാണ്. എന്തോ നടേ ഇത്, ചുമ്മാ ഇത് കുറ്റം പറയാനായിട്ട് കുറ്റം ഉണ്ടാക്കി പറയുന്നു. അദ്ദേഹം പോയ എന്ത് കോമളത്തിലും അദ്ദേഹം അവിടെ പോയി കാണിച്ചത്? അദ്ദേഹത്തിൻ്റെ പദവിക്ക് അനുസരിച്ച് അദ്ദേഹം അവിടെ പോയി. അതിന് കിടന്ന് ഈ ചിലയ്ക്ക്, എന്നിട്ട് ഉള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് തെറി പറയുന്ന വലിയ മിടുക്കാന്നാണ് വിചാരം. നിന്നെപ്പോലുള്ള കണാപ്പന്മാർക്കും പാഷാണത്തി കൃമികൾക്കും പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ, മനസ്സിലായോ? എനിക്ക് ഈ വീഡിയോ ഇടാൻ തോന്നിയത് തന്നെ ഇവൻ്റെ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വയനാടിൻ്റെ ദുരന്തത്തിൽ വെച്ചിട്ട് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഒരു ഉദ്ദേശമില്ലായിരുന്നു. എനിക്കിത് പ്രതികരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പ്രതികരിച്ചതാണ്. നമ്മുടെ സഹജീവികൾക്ക് സംഭവിച്ച ഈ ദുരന്തത്തിൽ നിന്നും അവരെ കരകയറ്റേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് എല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിങ്ങളെ കഴിയുന്ന വിധം സംഭാവന ചെയ്യുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.